ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഉണക്കമീൻ അയലയാണ്. അയല ഇന്നൊരു പച്ചക്കറി വെക്കാനുള്ള കറിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ 2 അയല രാവിലെ ഞാൻ തൊലി പൊളിച്ച് വെള്ളത്തിലിട്ട് കഴുകിയിട്ടതാണ്. അത് ഞാൻ ഇന്ന് ഞുറുക്കിയെടുക്കണം. ഞാൻ ആ ഉണക്കയലയൊന്ന് ഞുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തിടുന്ന സാധനങ്ങൾ: വാഴയ്ക്ക, ഒരു വാഴയ്ക്ക, ഒരു തക്കാളി, ഒരു മാങ്ങയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്, ഒരു പീസ് എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങയ്ക്ക, ഒരു പച്ചമുളക്. ഇത് ഈ മീൻ കഴുകി വെച്ചിരിക്കുന്ന ഉണക്കമീനായതുകൊണ്ട് ആ മീനിനകത്തോട്ട് ഒന്നിച്ചിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. കഴുകി വേണം വെക്കാൻ. ഒന്നിച്ച് വാരി അങ്ങ് കഷ്ണം ഇടാൻ പോവാണ്. ഈ തക്കാളിയുടെ ഇതിനകത്തോട്ട് അരിഞ്ഞിടുന്നു. ഒരു പച്ചമുളക്. ഞാനൊരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇത് മീനിനകത്തോട്ട് ഒഴിക്കുക. ഇത് ഇത്രയും വേകാനുള്ള വെള്ളം ഇത് മതിയാകും. ഒരു ഞുള്ളു ഉപ്പും എടുക്കുന്നുണ്ട്. അത് കുറച്ചേ ഇടത്തുള്ളൂ, വേണമെങ്കിൽ പിന്നിടാം. മീൻ ഉണക്കമീനായതുകൊണ്ട് ഉപ്പുണ്ട്. ഇതിലോട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാൻ പോകുന്നൊരു ഞുള്ള ഇടുന്നുള്ളൂ. ഇത് അരപ്പിനകത്ത് വെച്ച് അരയ്ക്കുന്നുണ്ട് വേറെ. ഇതൊന്ന് മൂടി വെക്കാം. അതിന് വേണ്ട അരപ്പ്, ഉണക്കമീൻ കറിക്ക് വേണ്ട ഉണക്കമീൻ പച്ചക്കറി വെക്കുവാണെങ്കിൽ അതിന് വേണ്ട അരപ്പ്: 1 കപ്പ് തേങ്ങ, ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ ഉള്ളി. ഇത് മൊത്തത്തിലിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ഇവിടെ ഉണക്കമീൻ കറിക്ക് പച്ചക്കറിക്ക് അരച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഈ ഒരു ഉണക്കമീൻ കറി വെച്ചാൽ ഒരു കലം ചോറ് തീരുന്നത് അറിയത്തില്ല. നമുക്ക് ഈ ഉണക്കമീൻ വെന്തോന്ന് നോക്കാം. വേവായി. ഈ അരപ്പ് റെഡിയായത് അതിനകത്തോട്ട് ഇടാൻ പോവാണ്. ആ ജാറൊന്ന് കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുന്നു. ഈ അരപ്പൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഒക്കെ ഒന്ന് മൂടി വെക്കാം. ഞാനിവിടെ ഉപ്പ് നോക്കിയായിരുന്നു. ഒരു ശകല ഉപ്പിന്റെ കുറവുണ്ട്. ഇത്ര ഉപ്പും കൂടി ഇടുന്നുണ്ട്. നന്നായിട്ട് തിളച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഉണക്കമീൻ പച്ചക്കറിക്കുള്ള കടുക് താളിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. കടുക്, 2 ഉണക്കമുളക്, ഒരു 2 കഷ്ണം ഉള്ളി, ഒരു 4 ഉലുവ. ഇതെല്ലാം കൂടെ ഒന്നിച്ചിടാൻ പോവാണ്. നമ്മുടെ ഉള്ളി ഇവിടെ മൂക്കാറായി.
മൂത്ത് വരുന്നു. അതിനകത്തോട്ട് ഈ ഒരു 2 കറിവേപ്പില ഇടുന്നു. കറിക്കകത്തോട്ട് ഇടാം. ഉണക്കമീൻ പച്ചക്കറി ഇവിടെ തയ്യാറായി റെഡി ആയിട്ടുണ്ട്. ഒരു കലം ചോറ് പോകുന്ന വഴി അറിയുകയില്ല.